ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീറ്റ് ആവശ്യം ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. മിഥുൻ അയ്യപ്പനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോട്ടയത്തെ സ്ഥാനാർത്ഥി ചിത്രമാണ് തെളിയുന്നത്. അതുമാത്രമല്ല, ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ നേർക്കുനേർ വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണ കോട്ടയത്തിനുണ്ട്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ ഒരു മുഴ മുമ്പേ ഓടുകയാണ് കോട്ടയം. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നോ അല്ലെങ്കിൽ നാളെയോട് കൂടിയോ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് ഇതുമായി ബന്ധപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം തന്നെയാണ് ലഭ്യമാകുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ലീഗുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ തുടരുന്നതിനാൽ അതുകൊണ്ട് മാത്രമാണ് ഈ പ്രഖ്യാപനം നീളുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും UDFൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. സജി മഞ്ഞക്കടമ്പിലടക്കം മത്സരിക്കണമെന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം മത്സരിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യം ഇപ്പോൾ വിജയസാധ്യതയും അതുപോലെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടനെ നേരിടാനുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ കണക്കാക്കി. തീർച്ചയായും എന്തായാലും 44 വർഷത്തിന് ശേഷമാണ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകാർ പരസ്പരം നേർക്കുനേർ വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയാണ് കോട്ടയത്തെ ഇത്തവണ വേറിട്ട് നിർത്തുന്നത്. മിഥുൻ അയ്യപ്പൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് കോട്ടയത്തുകാർ. ഈ LDF UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണിയും ജോസഫും തമ്മിലായിരിക്കും ഏറ്റുമുട്ടൽ. നേർക്കുനേർ വരിക എന്നതിലും ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പാർട്ടി ചിഹ്നം ഉൾപ്പെടെയുള്ളവ ഔദ്യോഗിക മാണി ഗ്രൂപ്പ് സ്ഥാനം വേണമെന്നുള്ള ആവശ്യവുമായി നിയമ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കളത്തിലും ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്തായാലും 1980-ന് ശേഷം ഇപ്പോൾ വീണ്ടും കേരള കോൺഗ്രസ് നേർക്കുനേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോട്ടയത്ത് കളത്തിൽ നിറയാൻ ഒരുങ്ങുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം തീർച്ചയായും ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.